ഹായ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പകൽ മുഴുവൻ അകത്തിരുന്നിട്ട് ജസ്റ്റ് ഒന്ന് വാതിൽ തുറന്നപ്പോൾ പുറത്തേക്ക് ഇറങ്ങി പോകുന്ന കാഴ്ചയാണ് കേട്ടോ കണ്ടത്. ഇപ്പോൾ ഒരു 3:30 അവർ ആയിട്ടുണ്ട്. പുറത്തൊക്കെ നല്ല വെയിലാണ്. അങ്കി വരുന്ന കാരണം വാതിൽ തുറന്നാണ് കേട്ടോ. ഇപ്പം അവൾ വരുന്നത് നോക്കി ഒരുത്ത് നിൽക്കുകയാണ് ഇവിടെ. അപ്പൂസ് ചേച്ചി പെണ്ണിനെ നോക്കി നിൽക്കുക, ചേച്ചിനെ കാത്തിരിക്കുവാണേ. എന്താ ഇസബല്ലേ കഴിക്കുന്നേ? അവലോസാ? സ്കൂളിൽ നിന്ന് വന്നാ കേട്ടോ. സ്കൂളിൽ വന്ന് ചായ കുടിച്ചു. ഇതെന്ത് സംഭവം അറിയാം? കാണിച്ചേടി, ഒന്ന് കാണിച്ചു കൊടുത്തേ. ഇത് മറ്റേ അമൃതം പൊടി കാണിച്ചു കൊടുക്ക്, കൈ മാറ്റിക്ക്. അമൃതം പൊടിയും കൊണ്ട് അവലോസ് പൊടി ഉണ്ടാക്കിയതാ കേട്ടോ. വേറെ എങ്ങനെ രീതിയിൽ എന്ത് കൊടുത്താലും അവർക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല. അപ്പം ഞാനിങ്ങനെ അതുകൊണ്ട് ഇങ്ങനെ അതിൽ ഞാൻ തേങ്ങയൊക്കെ ചേർത്തിട്ട് അവലോസ് പൊടി പോലെ ഉണ്ടാക്കി വെച്ചതാണ് അത് കേട്ടോ. അത് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം ഇരുന്ന് മത്സരിച്ചിരുന്ന് കഴിക്കുക. അവലുക്കൂശി വേണം. ഇപ്പൊ തരാം അവലുക്കോസ് അടി ഉണ്ടാക്കുന്നത്. അവലോസിന് അടി ഉണ്ടാക്കുന്നത് തരാം തരാം, അമ്മ തരാം. പാ, അമൃതം പൊടിയുടെ അവലോസ് പൊടി തിന്നുന്ന സീനാണ് കേട്ടോ എല്ലാരും കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇഷ്ടായോ മക്കളെ? ഇനി ഉണ്ടാക്കി തന്നാ കഴിക്കുവോ? അപ്പുക്കുട്ടാ അവനും കഴിക്കുക. അവന് സ്പൂണൊക്കെ കൊടുത്തതാ. സ്പൂണൊക്കെ എവിടെയോ കൊണ്ടേ എറിഞ്ഞു. അവൻ്റേത് പകുതി നിലത്ത് പോകുന്നുണ്ട്, എന്നാലും കഴിക്കുന്നുണ്ട് കേട്ടോ. മതിയായോ? എന്നാ മതി. ആ പിന്നെ തീർത്തിട്ടല്ലേ പറയുന്ന മതി എന്നാ. ഒരാൾ അലക്കുന്നുണ്ടോ? സാറാ മോളെ അലക്കുവാ? അമ്മ അലക്കി തരാഞ്ഞിട്ടാ? പിന്നെ സാറമ്മക്ക് അലക്കാനാണ്. ഇതൊക്കെയാണ് കേട്ടോ ഇവിടുത്തെ പരിപാടികൾ. ചായയോടിയൊക്കെ കഴിഞ്ഞ് വെയിലറിയിപ്പോൾ എല്ലാവരും ഒന്ന് പുറത്തിറങ്ങിയതാ. ഞാൻ വെറുതെ ഇതിൽ വഴി നടന്നപ്പോൾ മറ്റേ കുറച്ച് അടയ്ക്കുണ്ട്. അപ്പോൾ അത് പെറുക്കുമായിരുന്നു. വെറുതെ കളയണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാനത് പെറുക്കിയെടുത്തു. ഇനിയും കുറച്ചുകൂടെ പെറുക്കാനുണ്ട് കേട്ടോ. വെറുതെ കളയണ്ടല്ലോ. ആരും പെറുക്കുന്നില്ല ഇപ്പോൾ. എൻ്റെ പപ്പയായിരുന്നു പെറുക്കിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ പപ്പയ്ക്ക് വയ്യാണ്ടായപ്പം പപ്പ പെറുക്കുന്നില്ല. അപ്പോൾ പപ്പ പറഞ്ഞു, നിങ്ങൾ ആര് വേണമെങ്കിലും പെറുക്കിയെടുത്തോ, പപ്പ പെറുക്കുന്നില്ല എന്ന്. അപ്പം എന്നാൽ വെറുതെ കളയണ്ടല്ലോ എന്ന് വിചാരിച്ച് ഇടയ്ക്ക് ഞാൻ പെറുക്കും, ഇടയ്ക്ക് ഫേക്സ് പെറുക്കും, ഇടയ്ക്ക് ചേച്ചി പെറുക്കും, അങ്ങനെ കേട്ടോ. ഞാൻ നിങ്ങളൊരു സൂത്രം കാണിച്ചു തരാം കേട്ടോ. ഇത് നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങൾ. ഈ കോഴിക്കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞ ഒരു സംഭവമാണ് കേട്ടോ. ഇതിങ്ങൾ ശരിക്കും നമ്മൾ അടവെച്ചതല്ല. ഇത് കോഴി ഒരിടത്ത് നമുക്ക് മുട്ടയൊന്നും എടുക്കാൻ പറ്റാത്തൊരു സ്ഥലത്ത് പോയിട്ട് അടയിരുന്ന് അങ്ങനെ വിരിഞ്ഞ കോഴിക്കുഞ്ഞുങ്ങളാട്ടോ. 3 എണ്ണേ ഉള്ളൂ. ഇന്ന് രാവിലെ നോക്കുമ്പോൾ 4 എണ്ണം ഉണ്ടായിരുന്നു. ഇന്ന് രാവിലെ നോക്കുമ്പോൾ 1 എണ്ണം ചത്തുപോയി. എന്നാ പറ്റിയെന്ന് അറിയത്തില്ല. കുഞ്ഞു കോഴിക്കുഞ്ഞുങ്ങളുണ്ട്. എന്നാണാവോ എന്നാ പറ്റിയതെന്നൊന്നും അറിയത്തില്ല. ഇനിയുണ്ട് കേട്ടോ അടയ്ക്ക കിടപ്പ് കുറേ ഉണ്ട്. അടയ്ക്ക ഇത് കണ്ടോ, അടയ്ക്ക ഇത് തൊട്ട് മറ്റേ അണ്ണാനൊക്കെ തിന്നിട്ട് ഇട്ടിരിക്കുന്നത്. ഇനി ഇതിൻ്റെ ചുവട്ടിൽ കുരുമുളകുണ്ട് കണ്ടോ, കുരുമുളക് കിടക്കുന്ന കണ്ടോ. പഴുത്തത് പൊഴിഞ്ഞു വീണിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ പെറുക്കണം. ഇനി കുറേ പണിയുണ്ട്. അടയ്ക്ക കുരുമുളക് പഴുത്ത് വീണ് കിടപ്പുണ്ട് കേട്ടോ. പഴുത്തതും ഉണ്ട്, കുറേ ഉണ്ട് പെറുക്കാനായിട്ട്. ഇപ്പോൾ കുറച്ച് ദിവസമായിരുന്നു ഇറങ്ങിയിട്ട്. അപ്പോൾ ചിലതൊക്കെ ചോട്ടിക്കിടന്ന് തന്നെ ഉണങ്ങി. അപ്പോൾ അതൊക്കെ പെറുക്കിയെടുക്കുകയാണെങ്കിൽ നമ്മുടെ ആവശ്യത്തിന് എടുക്കാമല്ലോ.